എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇന്നീ ദിവസങ്ങളിൽ വന്നിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള തൊഴിലവസരങ്ങളുടെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. കേരള ഫയർഫോഴ്സിൽ ജോലി നേടുവാൻ അവസരം വന്നിരിക്കുകയാണ്. അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് 27,900 രൂപ മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, ഡ്രൈവർ ഒഴിവുകളിലാണ് അവസരം വന്നിരിക്കുന്നത്. +2 ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അവസാന തീയതി എന്ന് പറയുന്നത് ജനുവരി മാസം 14-ാം തീയതിയാണ്. DRDO വിജ്ഞാപനം വന്നിരിക്കുകയാണ്. 700-ലധികം ഒഴിവുകളിലേക്കാണ് അപേക്ഷാ തീയതി നീട്ടിയിരിക്കുന്നത്. ടെക്നീഷ്യൻ, സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒഴിവുകളാണ് നിലവിലിപ്പോൾ ഉള്ളത്. ഇതിന്റെ ശമ്പളം എന്ന് പറയുന്നത് 20,000 രൂപ മുതലാണ്. അവസാന തീയതി എന്ന് പറയുന്നത് ജനുവരി 5, 2026 വരെ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫീസിലും തൊഴിലവസരം വന്നിരിക്കുകയാണ്. ക്ലർക്ക് ഒഴിവിലാണ് അവസരം വന്നിരിക്കുന്നത്. യോഗ്യത എന്ന് പറയുന്നത് മിനിമം യോഗ്യത +2 DCA ആണ്. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ തൊഴിൽ നേടുവാനും അവസരം വന്നിരിക്കുകയാണ്. 500-ലധികം ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ക്രെഡിറ്റ് ഓഫീസർ ഒഴിവുകൾ, അതോടൊപ്പം തന്നെ കേരളത്തിലും പരീക്ഷാ കേന്ദ്രം ഉണ്ടായിരിക്കുന്നതാണ്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള മസഗോൺ ഡോക്കിലും തൊഴിലവസരം വന്നിരിക്കുകയാണ്. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഗ്രാജുവേറ്റഡ്, ഡിപ്ലോമോ, അപ്രന്റീസ് ഒഴിവുകളാണ് ഉണ്ടായിരിക്കുന്നത്. കേരള ഫയർഫോഴ്സിലും ജോലി നേടുവാൻ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് 27,900 രൂപ മുതലാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിലും ഡ്രൈവർ ഒഴിവിൽ തൊഴിലവസരം ഉണ്ടായിരിക്കുന്നതാണ്. +2 ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ അവസാന തീയതി എന്ന് പറയുന്നത് ജനുവരി മാസം 14-ാം തീയതി വരെ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.